മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതിയ ഒരു വെള്ള നിറമുള്ള ഒരു ബൊലേറോ കാറിൽ അതിൻ്റെ മുൻ സീറ്റിൽ ഒരു കാക്കി യൂണിഫോം ഒക്കെ ഇട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ട്രാഫിക്കിൽ തൊട്ടടുത്ത ട്രാഫിക്കിൽ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിന്റെ ഉടമയുടെ അടുത്തേക്ക് ചെന്ന് താങ്കൾ എന്തുകൊണ്ടാണ് നിയമാനുസൃതമല്ലാതെ പാർക്ക് ചെയ്തതെന്ന് ചോദിക്കുകയും അയാൾക്ക് നിയമാനുസൃതമായി ഒരു പിഴ അടിച്ചു കൊടുക്കുകയും ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു പവറാണല്ലേ! ഈ ഒരു പവറാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന ജോലി നിങ്ങൾക്കായിട്ട് വാഗ്ദാനം ചെയ്യുന്നത്. ഒരുപാട് പേരുടെ സ്വപ്ന ജോലിയാണ് AMVI അല്ലെങ്കിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ജോലി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും ഒക്കെ പഠിച്ച അതിന്റെ ഡിപ്ലോമയും ഒക്കെ പഠിച്ച ഒരുപാട് ആളുകൾക്ക് ഏറെ വർഷങ്ങളായി അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മുന്നിലുള്ള വലിയൊരു $1 മില്യൺ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് വേണോ? ഒരു വർഷത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് വേണോ? അതേക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. Iplus ടെക്നിക്കലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോകളിലും ഇതിന്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതും അതാത് സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്ന് വെച്ചാൽ ഒരു വർഷത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് വേണോ എന്നുള്ളതാണ്. നമുക്കറിയാം 2004-ലും 2009-ലും 2015-ലും ഒക്കെ ഈ പരീക്ഷ നടന്നിട്ടുണ്ട്. ഒരുപാട് പേരെ ഈ പരീക്ഷകളിൽ ഈ റാങ്ക് ലിസ്റ്റിൽ നിയമിച്ചിട്ടുമുണ്ട്. അന്നൊക്കെ ഉദ്യോഗാർത്ഥികളുടെ മുന്നിലുള്ള ഒരു പ്രധാന കടമ്പ എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തെ ഗവൺമെന്റ് അംഗീകൃത വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണമായിരുന്നു. ആ ഒരു കടമ്പയിൽ തട്ടി ഒരുപാട് പേര് വീണു പോയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇത് അപേക്ഷ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ ചില നിബന്ധനകൾ അനുസരിച്ച് നമുക്കറിയാം കേന്ദ്ര സർക്കാർ ചില ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് വേണമെന്നും വേണ്ട എന്നും പറയുന്ന ഒരുപാട് പേരുണ്ട്. എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? Iplus ടെക്നിക്കലിന് കിട്ടിയ വിവരം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് വേണ്ട, അതായത് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഇനി നിർബന്ധമല്ല. അതായത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടി നിർബന്ധമല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. ഇത് എങ്ങനെയാണ് Iplus ഇതിലേക്ക് എത്തിയതെന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം 3-4 മാസം മുമ്പ് മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. അജിത് രാജ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറാണ് ആ വാർത്ത എഴുതിയത്. അദ്ദേഹത്തിന്റെ വാർത്ത അനുസരിച്ച് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് വർക്ക്ഷോപ്പ് ഡ്യൂട്ടി നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് സംഗതി മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാർ 1-2 വർഷം മുമ്പ് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതായത് AMVI തസ്തികയിലേക്ക് ഇനി മുതൽ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഒരു യോഗ്യതയായി വേണ്ട എന്നുള്ളത്. വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസും ഹെവി ലൈസൻസും അത് പക്ഷേ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയെങ്കിൽ പോലും സംസ്ഥാനങ്ങൾക്ക് അതിലൊരു തീരുമാനമെടുക്കാം. അപ്പോൾ കേരളത്തിലെ അതുകൊണ്ട് തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളും പഴയ പോലെ തന്നെ, അതായത് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് വെച്ച് തന്നെ ഈ പരീക്ഷ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിലെ PSC ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും സംസ്ഥാന സർക്കാരിന് ക്ലാരിഫിക്കേഷന് വേണ്ടി വിടുകയും ചെയ്തു. ശരിക്കും ഈ ഫയൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് ഉള്ളത്. സംസ്ഥാന സർക്കാർ ഇതുവരെ ഫയലിൽ അന്തിമമായി ഒരു തീരുമാനമെടുത്ത് തിരിച്ചയച്ചിട്ടില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ ചില തീരുമാനങ്ങൾ അതിലെടുത്തു. അതായത് വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർമാർക്ക് സർവീസിൽ പ്രവേശിച്ച ശേഷം 10 മാസത്തെ ട്രെയിനിങ് ഉറപ്പാക്കിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ പരീക്ഷ എഴുതി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ സർവീസിൽ നമുക്ക് ജോലി കിട്ടിയെന്ന് കരുതുക. ജോലി കിട്ടി നിങ്ങൾ നേരെ ഒരു AMVI ജോയിൻ ചെയ്യുകയല്ല ചെയ്യുന്നത്. 10 മാസം ഒരു നല്ലൊരു വർക്ക്ഷോപ്പിൽ പോയി നിങ്ങൾ ട്രെയിനിങ് എടുക്കും. സോ അതിന്റെ അർത്ഥം എന്താണ്? അതിന് മുന്നേ ഉള്ള ട്രെയിനിങ് വേണ്ട എന്നുള്ളത് തന്നെയാണ്, അല്ലേ? പക്ഷേ ഹെവി ലൈസൻസ് എന്നുള്ള നിബന്ധനയും ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് തീരുമാനമെടുത്തിട്ടില്ല. ഹെവി ലൈസൻസ് വേണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനം നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് ഈ പരീക്ഷ എഴുതാൻ നോക്കിയിരിക്കുന്നവർ തീർച്ചയായിട്ടും ഹെവി ലൈസൻസും എടുത്തു വെക്കേണ്ടതാണ്. സോ ഈ വാർത്ത അനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇനി മുതൽ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഒരു കടമ്പയായി വെക്കില്ല നമുക്ക് ഇത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഈ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എന്ന് പറയുമെങ്കിൽ പോലും ഒരുപാട് തട്ടിപ്പ് ഇതിനിടയ്ക്ക് നടന്നിരുന്നു. നമുക്ക് ഈ യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് നേടാതെ സർട്ടിഫിക്കറ്റ് നൽകുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. സോ ആ ഒരു അഴിമതി ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു പുതിയൊരു പരിഷ്കാരം നമ്മൾ ഈ സർക്കാരുകൾ ഏർപ്പെടുത്തിയത്. സോ ഈ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എന്നുള്ള കടമ്പ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായി പഠിച്ചു തുടങ്ങാം. ഇതിന്റെ വിജ്ഞാപനം അധികം വൈകാതെ ഉടനെ തന്നെ ഇതിന്റെ വിജ്ഞാപനം വരുന്നതായിരിക്കും. കാരണം 2015-ലാണ് ഏറ്റവും അവസാനമായിട്ട് ഈ പരീക്ഷ നടന്നത്. ഇപ്പം 7 വർഷത്തോളമായി. ആ റാങ്ക് ലിസ്റ്റ് വന്നത് 2017-ലാണ്. ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുകയും ചെയ്തു. അതിനുശേഷം 2 വർഷമായി റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയ ശേഷം. അതുകൊണ്ട് ഒരുപാട് ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം 2015-ലാണ് ഈ പരീക്ഷ അവസാനമായിട്ട് നടന്നത്. 2017-ൽ റാങ്ക് ലിസ്റ്റ് വന്നു. ഇതുവരെ 372 പേർക്കാണ്
അഡ്വൈസ് കൊടുക്കുക. 1-2 372 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് ഇതുവഴി ഇറങ്ങിയത്. ഈ ഒരു പരീക്ഷ വഴി കഴിഞ്ഞ 2015 നടന്ന പരീക്ഷ വഴി പുറത്തു വന്നത്. സോ ഇത്തവണയും അതിൽ ഏറെ സാധ്യതകൾ ഇവർക്ക് ഇത്തവണത്തെ പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ദീർഘനാളായി പരീക്ഷ നടന്നിട്ട് ഒരുപാട് വേക്കൻസികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് 43.67 മാർക്കായിരുന്നു. മാക്സിമം മാർക്ക് നേടിയത് 75.33 മാർക്കായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതിൽ ഡിപ്ലോമയോ ബിടെക്കോ ആണ് അല്ലെങ്കിൽ എംടെക്കോ ഒക്കെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. സോ അടിസ്ഥാന യോഗ്യത ഇതാണ്. കൂടാതെ ഹെവി ലൈസൻസും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഹെവി ലൈസൻസ് നമ്മൾ എടുത്തു വെക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ ഈ പരീക്ഷയ്ക്ക് വിളിച്ചപ്പോൾ 21 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാമായിരുന്നു. ഇത്തവണത്തെ പരീക്ഷയുടെ നിബന്ധന നോട്ടിഫിക്കേഷൻ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അധികം വൈകാതെ തന്നെ നോട്ടിഫിക്കേഷൻ പുറത്തു വരുമെന്നാണ് PSCയോട് അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായി പഠിച്ചു തുടങ്ങുക. കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ 20 മാർക്ക് ജനറൽ നോളജ് ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത്തവണ അതുണ്ടാകില്ല. 50 മാർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗത്തു നിന്നും 50 മാർക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഭാഗത്തു നിന്നുമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങി പഠിച്ചു തുടങ്ങുക. എല്ലാം മെറ്റീരിയൽസ് ഒക്കെ സെറ്റാക്കി ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഒരു മികച്ച ഒരു ജോലിയിലേക്ക്, അതായത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു മികച്ച ജോലിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും പുതിയ അപ്ഡേറ്റ്സുമായി വരുന്ന വീഡിയോകളിൽ വീണ്ടും കാണാം. താങ്ക്